ശരിക്കും ചേച്ചിക്ക് ബ്രസ്റ്റ് ക്യാൻസർ തന്നെയാണോ, സത്യം അല്ല എന്നെങ്കിലും നമുക്ക് അറിയണമെന്നൊരു ആഗ്രഹമുണ്ട്. എന്താണ് ചേച്ചി ശരിക്കും സത്യം? ബാധിക്കപ്പെട്ടു എന്ന് പറയുന്ന വ്യക്തി പോലും അറിയാത്ത കാര്യങ്ങളാണ് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഒരു പക്ഷേ അങ്ങനെ ഒരു അസുഖം അവൾക്ക് ഉണ്ടെങ്കിൽ പോലും ഈ പറയുന്നവർക്കൊക്കെ എന്താണ്? ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പം നമ്മൾ ഇന്ന് ചെയ്യുന്നത് രേണുസുതി സബ്ജക്റ്റ് ആണ്. നമ്മൾ നീണ്ട ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് രേണുസുതി സബ്ജക്റ്റ് ചെയ്യുന്നത്. ഇപ്പൊ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, എല്ലാവരും അറിയുന്ന പോലെ തന്നെ ഇന്നലെ മെയിൻ സ്ട്രീം എന്ന് പറഞ്ഞ ചാനലിലൂടെ രേണുസുതിയുടെ അസുഖത്തെ കുറിച്ച് തുറന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇത്ര നാൾ അവർ പറഞ്ഞത് എനിക്ക് സമയമാകുമ്പോഴത്തേക്ക് എനിക്ക് എന്റെ പ്രേക്ഷകരോട് എന്തെങ്കിലും പറയണമെന്നുള്ളപ്പോൾ ഞാനത് പറഞ്ഞോളാം എന്നിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അവിടെ പറഞ്ഞു തൊട്ട് തലോടി അത് അസുഖമാണെന്നും പറയുന്നില്ല, അസുഖമില്ലെന്നും പറയുന്നില്ല, അങ്ങനെ ഒരു സൈഡിൽ കൂടെ പോവുകയാണ്. അപ്പം എനിക്ക് പറയാം, ഞാനാണ് രേണുസുതിയുടെ വീട്ടുകാരോട് നേരിട്ട് വിളിച്ചന്വേഷിച്ച് ഒരു ചെറിയൊരു വോയിസ്, അവർ അച്ഛന്റെ ഒരു വോയിസ് ചെറുതായിട്ട് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ അവരുമായിട്ട് നടത്തിയ ഫുൾ കോൺവെർസേഷൻ ഞാൻ ഒരിക്കലും വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ രേണു തന്നെ വന്ന് ഇതിനെക്കുറിച്ച് പറയട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇതാക്കിയിരുന്നത്. അപ്പൊ ഞാൻ ഇന്നിവിടെ ഈ വീഡിയോ ചെയ്യാൻ കാരണം, എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഈ വീഡിയോ, ഇപ്പൊ രേണുസുതിയുടെ മേ ബി ഞാൻ എടുക്കുന്ന അവസാനത്തെ ഒരു കോണ്ടന്റ് ആയിരിക്കും, എനിക്ക് എടുക്കാൻ താല്പര്യമില്ല. ഞങ്ങൾ അന്ന് ഈ രേണുസുതിയുടെ അസുഖമാണെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ട് എന്തുമാത്രം രേണു പ്രൊവോക്ക് ചെയ്തു. പക്ഷെ രേണുസുതിയുടെ അസുഖത്തെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞത് കൊണ്ട് തന്നെയാണ് നമ്മൾ ആ കോണ്ടന്റ് എടുക്കാതെ വിട്ടുകളഞ്ഞത്. കാരണം ഞാൻ ഇവിടെ രേണുസുതിയെ ഗ്ലോറിഫൈ ചെയ്യാൻ വന്നതല്ല. പക്ഷെ രേണു പണ്ട് കാണിച്ചു വെച്ചിരുന്ന കാട്ടായങ്ങളോടൊന്നും ഞാൻ യോജിക്കുന്നില്ല, അതിനെ ഞാൻ വിമർശിച്ചിരിക്കുന്നുണ്ട്, അത് ഞാൻ മാറ്റി പറയുന്നുമില്ല. പക്ഷെ ഈ അവസരത്തിൽ ഇങ്ങനെ ഒരു അസുഖം ഉണ്ടെന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് അവരെങ്ങനെയും ജീവിച്ചോട്ടെ, ഓക്കെ, നിങ്ങളുടെ ആ സെയിം മൈൻഡ് തന്നെയാണ്, അവരെങ്ങനെയും ജീവിച്ചോട്ടെ, മേ ബി അവർ സബ്സ്ക്രിപ്ഷൻ എടുത്ത് എന്ത് തോന്നിവാസം വേണമെങ്കിലും കാണിച്ചോട്ടെ, അത് ചിലപ്പോൾ അവർക്ക് എന്താണ് ചികിത്സയ്ക്കോ അല്ലെങ്കിൽ കൊച്ചിനുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ ആയിട്ട് ആയിരിക്കും, അറിയത്തില്ലല്ലോ. എത്രയാണേലും ഒരു അമ്മയുടെ മനസ്സല്ലേ ഇങ്ങനെ ഒരു അസുഖമാണെന്ന് അറിയുമ്പോഴും തന്റെ കൊച്ചിനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ ഒരു ചിന്ത വരാതിരിക്കത്തില്ലല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും സേവിങ് ഒക്കെ ഇങ്ങനെ അവർ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അവരത് ചെയ്തോട്ടെ എന്ന് ഓർത്തിട്ടാണ് ഞാൻ അത് നൈസായിട്ട് ആ ഒരു സബ്ജക്റ്റിൽ നിന്ന് മാറിപ്പോയത്. അപ്പം ഏതൊക്കെയായാലും രേണുസുതി തന്നെ ഇങ്ങനെ ഒരു കാര്യം വന്ന് പറഞ്ഞതിന് മുന്നേ തന്നെ രേണുസുതിയുടെ കൂട്ടുകാരികളായിട്ടുള്ള 2 പേരുണ്ടല്ലോ, അവരെ എടുത്ത് പറയാൻ പറ്റില്ല. പക്ഷെ ഞങ്ങളെക്കാളും സൂക്ഷിക്കേണ്ടത് രേണു അവരെ തന്നെയാണെന്ന് തോന്നുന്നു. എന്നുവെച്ചാൽ സജിൻ അന്ന് തന്നെ വന്നിട്ട് പൈസ പിരിവ് നടത്തുന്നതായിട്ട് ഒരു ഇന്റർവ്യൂ ഇടുന്നുണ്ട്, ഒരു യൂട്യൂബിൽ വന്നിട്ട് ഒരു വീഡിയോ ചെയ്യുന്ന കണ്ടിട്ടുണ്ടായിരുന്നു. വളരെ മോശമായി പോയി. എന്നിട്ട് രേണുവിന്റെ അവസ്ഥ അറിഞ്ഞിട്ടിരിക്കുന്ന ആ സമയമാണ് ഞാൻ റിയാക്ട് ചെയ്യാൻ പോകാഞ്ഞത്. കാരണം അതിലാണ് ഈ വിഷയം ആദ്യമായിട്ട് എടുത്ത് ഇടുന്ന. ഇത്രയും രേണുവിനെ കുറിച്ച് ഒരു ദിവസം 3-4 കോണ്ടന്റ് ചെയ്തുകൊണ്ടിരുന്ന വ്യക്തിയാണ് അതിൽ. അവൻ പോലും ലാസ്റ്റ് രേണുവിന്റെ ഈ ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് അവന്റെ കണ്ണ് നിറയുന്നത് ഞാൻ കണ്ടതാണ്. അപ്പം അവർക്ക് പോലും അത്രയധികം വിഷമമായിട്ടുള്ള ഒരു സംഗതിയായിരുന്നു. അപ്പൊ അത്രയധികം വിമർശിച്ചുകൊണ്ടിരുന്ന ഞങ്ങൾ വരെ അത് വിട്ടുകളഞ്ഞ കേസാണ്. കാരണം ഒരു മനുഷ്യന്റെ നിസ്സഹായാവസ്ഥയും എല്ലാം ഇങ്ങനെ ഒരു അസുഖം വരുമ്പോഴത്തേക്ക് നമ്മൾ ഒരു കുടുംബം മുഴുവനാണ് തകർന്നു പോകുന്നത്. അതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ മാറി നിൽക്കുമ്പോഴും ഈ രേണുവിനെ വിറ്റ അരി എപ്പോഴും വരുന്ന ഡയലോഗാണ്, അല്ലെങ്കിൽ സജിനയുടെ വായിന്ന് എപ്പോഴും വരുന്ന ഡയലോഗാണ്, നിങ്ങൾ അവളെ വിറ്റല്ലേ ജീവിക്കുന്നത്. എന്റെ അഭിപ്രായത്തിൽ ഇവളെ പച്ചയ്ക്ക് വിറ്റ് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് സജിന, രേണുസുതിയുടെ ആത്മമിത്രം എന്ന് പറഞ്ഞത് ഇവര് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ ഏക്കായാലും ഈ സജിനയുടെ ഒരു വീഡിയോ കണ്ടതിന് ശേഷം അവരന്ന് പറഞ്ഞ ഒരു വീഡിയോ അവർ മുഖ്യമൊന്നും എനിക്കറിയത്തില്ല, തപ്പി നോക്കട്ടെ, ഉണ്ടെങ്കിൽ വെക്കാം, ഇല്ലെങ്കിൽ നമുക്ക് രേണുസുതിയുടെ ആ ഇന്റർവ്യൂ, മെയിൻ സ്ട്രീമിന്റെ ഇന്റർവ്യൂലോട്ട് പോകാം, ഒന്ന് കണ്ടു നോക്ക്. ബാധിക്കപ്പെട്ടു എന്ന് പറയുന്ന വ്യക്തി പോലും അറിയാത്ത കാര്യങ്ങളാണ് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഒരു പക്ഷേ അങ്ങനെ ഒരു അസുഖം അവൾക്ക് ഉണ്ടെങ്കിൽ പോലും ഈ പറയുന്നവർക്കൊക്കെ എന്താണ്? അവരാണ് അതിന് ചികിത്സിക്കാനുള്ള കാശ് കൊടുക്കുന്നത്. അപ്പോൾ എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ, അവൾക്ക് അങ്ങനെ ഒരു അസുഖം ഉണ്ടെങ്കിൽ ആ ഒരു അസുഖം വെച്ചിട്ട് അവൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണിക്കുന്നത് അവളുടെ കുഞ്ഞിന്റെ ഭാവി ഓർത്ത് അവർക്ക് വേണ്ടിയിട്ടുള്ള മുൻകരുതലാണെന്ന് നമുക്ക് പറയാം. ഓക്കെ, അങ്ങനെ ഒരു അസുഖമുള്ള ഒരു വ്യക്തിയെ വെച്ച് സ്വന്തം കുടുംബത്തിന് ഇൻകം ഉണ്ടാക്കി വയറ് വീർപ്പിക്കുന്ന കുറേ വ്ളോഗർമാരും കുറേ വ്ളോഗർത്തികളും ഉണ്ട്. അവളോടൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ശരിയാണ്, ഇങ്ങനെ അസുഖം ഉണ്ടെന്ന് നിങ്ങളത് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു, അങ്ങനെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം? അവിടെ വെച്ച് നിങ്ങൾ ഉണ്ടാക്കിയ റവന്യൂ ചിരിമുണിയൊന്നും അല്ലല്ലോ, കുറേ കാലം കൊണ്ടിട്ട് ഉണ്ടാക്കുന്നത്, അതിന്റെ ഒരു പങ്ക് അവർക്ക് ചികിത്സയ്ക്കായിട്ടും കൊടുക്കും, അത്രയല്ലേ ഉള്ളൂ. അപ്പം ആ കിട്ടിയ അവർക്കെതിരെ ചെയ്ത് ഇങ്ങനെ ഉള്ളൊരു പേഷ്യന്റിനെ വിറ്റ് തിന്നതിന്റെ ആ ഒരു പാവം നിങ്ങൾക്ക് കുറഞ്ഞു കിട്ടും. അതിൽ എത്ര പേര് തയ്യാറാവും? പറഞ്ഞു, നിങ്ങൾക്ക് കിട്ടിയ റവന്യൂ 1% കൊടുത്താൽ മതി, അത്രത്തോളം കിട്ടിയിട്ടുണ്ടല്ലോ ഈ രേണുസുതി എന്ന് പറയുന്ന ഒരു കണ്ടന്റ് വെച്ച് നിങ്ങൾക്ക് കിട്ടിയത്. പിന്നെ സത്യസന്ധത ഇങ്ങനെയൊക്കെയാണ് പുള്ളിക്കാരിയുടെ കൂട്ടുകാരിയായിട്ടുള്ള സജിന വന്ന് പറഞ്ഞിരുന്നത്. അപ്പം ഇതില് രേണുവിന്റെ ഒരു കൂട്ടുകാരി എന്നെ കോണ്ടാക്ട് ചെയ്ത സമയത്ത് എനിക്ക് മനസ്സിലായ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ, രേണുവിനെ ഈ അസുഖത്തെ കുറിച്ച് ഒരു കാര്യം അവർ അറിഞ്ഞിട്ടില്ല.
നമ്മൾ അറിഞ്ഞതിന്റെ പകുതി പോലും അവർ അറിഞ്ഞിട്ടില്ലെന്നുള്ളൊരു കാര്യം എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. അപ്പം ഇങ്ങനെ ഒന്നും വാലും തുമ്പും ഒന്നും അറിയാണ്ട് വന്നിട്ടിരുന്നുണ്ട്. അത് രേണുവിനെ ആ ഒരു അവസ്ഥയിൽ പോലും വിറ്റ് കാശാക്കാൻ നിൽക്കുന്ന ഇവരൊക്കെ എന്ത് പറയണം? നമ്മൾ എന്താണ് എടുത്ത് വെച്ച് റിയാക്ട് ചെയ്തത്? ഇവള് സോഷ്യൽ മീഡിയ, അതായത് രേണു സുധി സോഷ്യൽ മീഡിയ കൊണ്ട് ഇടുന്ന കുറെ അവരാധ കോണ്ടന്റുകൾ ഉണ്ടായിരുന്നു, അതിനെ റിയാക്ട് ചെയ്തു. പിന്നെ കുറെ കള്ളങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് വന്നപ്പോൾ അതിനെ പൊളിച്ചടിക്ക് കുറെ ചെയ്തു. അതല്ലാതെ അവർ പേഴ്സണൽ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളും അറിയാം, നമുക്ക് കുറേയധികം കാര്യങ്ങൾ അറിയാമെങ്കിൽ പോലും അതൊന്നും നമ്മൾ ഇവിടെ വന്ന് റിവീൽ ചെയ്തിട്ടില്ല. രേണു എന്താണോ വന്ന് സോഷ്യൽ മീഡിയ കടന്ന് കാണിക്കുന്നത് അതിനെ നമ്മൾ പൊളിച്ചടിക്ക് കൊടുക്കുക. അത് രേണു എന്നല്ല, വേറെ ആരും വന്ന് കാണിച്ചാലും അത് നമ്മൾ പൊളിച്ചടിക്ക് കൊടുക്കുക തന്നെ ചെയ്യും. നമ്മുടെ ഒരു ചാനലിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ രേണു തന്നെ എല്ലാ സബ്ജക്റ്റ് എത്രയോ സോഷ്യൽ റിലവന്റ് ആയിട്ടുള്ള ടോപ്പിക്സുകൾ നമ്മൾ ചെയ്തിട്ടുള്ള ആളാണ്. ദിവസവും വരുന്ന എന്താണ് സോഷ്യൽ റിലവന്റ് ആയിട്ടുള്ള ടോപ്പിക് എടുത്ത് വെച്ച് ചെയ്യുന്ന ആളാണ്. പക്ഷെ രേണു എന്ന് പറഞ്ഞ ഒരു സംഭവത്തിന് അവളെ വലിച്ചു കീറി ഒട്ടിക്കുന്ന കാണാൻ എന്തോ ഇഷ്ടമാണ് ആളുകൾക്ക്. അതുകൊണ്ട് രേണുവിന്റെ കോണ്ടന്റ് എവിടെ ഇട്ടാലും ഓടി വന്ന ആൾക്കാർ കാണാറുണ്ട്, അതാണ് വാസ്തവം. പക്ഷെ ഇങ്ങനെ ഒരു കാര്യങ്ങളൊക്കെ സജന കൂട്ടുകാരി എന്ന് പറഞ്ഞ ലേബലിലാണല്ലോ അറിയപ്പെടുന്നത്, രേണുവിന്റെ കൂട്ടുകാരി എന്നുള്ള ലേബലിലാണ് അറിയപ്പെടുന്നത്. ഇങ്ങനെ ഒരു കാര്യങ്ങൾ വന്ന് സജന വന്ന് വീഡിയോയിലൂടെ പറയുമ്പോൾ അതിന്റെ അടുത്ത നെക്സ്റ്റ് ഡേ ആണെന്ന് തോന്നുന്നു, മേ ബി ഐ തിങ്ക് സോ. അങ്ങനെ നെക്സ്റ്റ് ഡേ തന്നെ എന്താണ് രേണു വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു, ഞാൻ എവിടുന്നും പണം പിരിക്കുന്നില്ല, എനിക്ക് ആരെയും പണം ആവശ്യമില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. പക്ഷെ അതേസമയം സജന എന്താണ് പറഞ്ഞത്, നിങ്ങൾ എല്ലാവരും ഈ ബ്ലോഗേഴ്സ് കുറെ അവളെ വിറ്റ് പച്ചയിറച്ചി തിന്ന് കഴിച്ചില്ലേ, അതുകൊണ്ട് ഒരു പങ്ക് എന്താണ് രേണുസുധിക്ക് കൊടുക്കണം എന്നൊക്കെയാണ്. എന്തിനാണ് അവർ ഇനി ഇങ്ങനെയിട്ട് നാണം കെടുത്തത്? അപ്പൊ നിർത്ത്, നമുക്കറിയാം ആരാണ് രേണുവിനെ പച്ചയ്ക്ക് വിറ്റ് തിന്നുന്നതെന്ന്. ഈ സോഷ്യൽ മീഡിയയിൽ ആരെന്ത് തോന്നിവാസം കൊണ്ട് എടുത്ത് വെച്ചാലും അതെടുത്ത് റിയാക്ട് ചെയ്യും. അതിനാണല്ലോ റിയാക്ഷൻ വീഡിയോസ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇവിടെ ചാനലും തുറന്നു വെച്ചിരിക്കുന്നത്. അല്ലാതെ ഇവിടെ ഭജനയോ പത്തിമാർഗോ ഒന്നും നടത്താനുള്ളതല്ലോ. അപ്പൊ ആരെന്ത് തോന്നിവാസം കാണിച്ചാലും അതെടുത്ത് റിയാക്ട് ചെയ്യും. നാളെ ഞാൻ എന്തെങ്കിലും തോന്നിവാസം കാണിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ മറ്റുള്ളവർ എടുത്തിട്ട് ട്രോളും. അത് അങ്ങനെയാണ് സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞ ഒരു പ്ലാറ്റ്ഫോമിൽ അങ്ങനെയാണ്. പിന്നെ രേണുവിനും അതൊക്കെ തന്നെയായിരുന്നു വേണ്ടിയിരുന്നത്. അപ്പൊ അതുകൊണ്ടൊക്കെയാണ് നമ്മൾ അതൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തും വാങ്ങി പോകുന്ന ഒരു കാര്യമാണ്. പിന്നെ ഇതുപോലെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന എനിക്കൊന്ന് ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാരും രേണുവിന്റെ കോണ്ടന്റ് എടുക്കുന്നില്ല. അപ്പോഴും എടുക്കുന്നുണ്ട് സജന. പിന്നെ ഇനി വെച്ച് താമസിക്കേണ്ട രേണു ഇതിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ മെയിൻ സ്ട്രീം ചാനലിലൂടെ കണ്ണു നിറഞ്ഞതിനെ പറയുന്ന കണ്ടിട്ടുണ്ടായിരുന്നു. സീരിയസ്ലി ഞാൻ പറയട്ടെ, എനിക്കത് കണ്ടപ്പോൾ എന്തോ വിഷമമായിപ്പോയി. കാരണം നമ്മൾ എപ്പോഴും കണ്ടിട്ടുള്ള രേണു എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ജഗജഗാന്ന് ഇടിച്ചിടിച്ച് നിൽക്കുന്ന ഒരു രേണുവിനെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. എന്തുവായിക്കോട്ടെ, പക്ഷെ ഇങ്ങനെ ഒരു അവസ്ഥയെ കണ്ടപ്പോഴത്തേക്ക്, ആ കണ്ണ് നിറഞ്ഞിരിക്കുന്ന കണ്ടപ്പോഴത്തേക്ക് ഭയങ്കര സങ്കടം തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പൊ രേണുവിന്റെ അച്ഛനെ വിളിച്ച കോൾ റെക്കോർഡ് ഞാൻ മൊത്തത്തിൽ പ്ലേ ചെയ്യാൻ, എനിക്ക് ഇതെല്ലാം കൂടെ കണ്ടപ്പോൾ എനിക്ക് പ്ലേ ചെയ്യാനുള്ള മനസ്സ് വന്നില്ല. അഥവാ ഞാൻ പറ്റുവാണെങ്കിൽ, എനിക്ക് തന്നെ അറിയത്തില്ല ഞാൻ എങ്ങനെ ഇത് അവതരിപ്പിക്കുന്നു, പറ്റുവാണെങ്കിൽ ഞാൻ ഈ വീഡിയോയുടെ അവസാനം അതൊന്ന് അറ്റാച്ച് ചെയ്യും. അപ്പൊ എന്നാലും രേണുവിന് പറയാനുള്ളത് കേട്ടു നോക്കാം. ശരിക്കും ചേച്ചിക്ക് ബ്രസ്റ്റ് ക്യാൻസർ തന്നെയാണോ? സത്യം അല്ല എന്നെങ്കിൽ നമുക്ക് അറിയണം എന്നൊരു ആഗ്രഹമുണ്ട്. എന്താണ് ചേച്ചി ശരിക്കും സത്യം? അതെ, ക്യാൻസർ ആണ്. സത്യം പറഞ്ഞാൽ ഞാനിങ്ങനെ വന്ന് കരയുണ്ട എന്നോർത്ത് തന്നെയാണ് ഞാൻ നിങ്ങളെ വിളിച്ചു വരുത്തിയതും. ഇത്രയും ദിവസം എന്നെ സ്നേഹിക്കുന്നവരുടെ അടുത്തുനിന്ന് ഞാനിത് മറച്ചു വെച്ച് ഇത് പറയാൻ സമയമായി എന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാനിപ്പോൾ പറഞ്ഞത്. കുറച്ച് മോശമാണ്. ബ്രസ്റ്റ് ചെയ്യുന്നത് കഷത്തിലേക്ക് വ്യാപിച്ചു, ലിംബിനോട് വഴി ഹാർട്ടിന്റെ മസിലിലോട്ട് ചെറുതായിട്ട് വ്യാപിച്ചു, ലങ്സിലോട്ട് വ്യാപിച്ചു. അങ്ങനെ സ്റ്റേജ് 3 കഴിയാറായി. അങ്ങനെ ഒരു സ്റ്റേജിലാണ് ഇപ്പം കടന്നത്. കാരണം ഞാൻ കരഞ്ഞു കഴിഞ്ഞാൽ എന്നെ സ്നേഹിക്കുന്ന കുറെ പേരുണ്ട്. അതുപോലെ ഇതുപോലെ ക്യാൻസർ ആയിട്ട് അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവർക്ക് ഞാൻ എന്നും ഒരു മാതൃകയായിട്ട് ഇരിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ചേച്ചി ശരിക്കും ഇത് അറിഞ്ഞിട്ട് എത്ര നാളായി ചേച്ചി? ചിലവർ തെറ്റിദ്ധരിച്ചിട്ടുണ്ട് ഇത് ദുബായിൽ വെച്ചിട്ട് സ്ഥിരീകരിച്ചിട്ട് അവിടെ വെച്ച് ക്യാൻസർ ആണെന്ന് അറിഞ്ഞു. അങ്ങനെയൊന്നുമില്ല, അങ്ങനെ ഒരു സംഭവമല്ല ഇത്. സത്യം പറഞ്ഞാൽ ഇത് ഞാൻ ഇങ്ങനെ ഒരു ബ്രസ്റ്റിൽ ഒരു മുഴ ഞാൻ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് എനിക്ക് 15 വയസ്സുള്ളപ്പോഴാണ്. വീട്ടിൽ പറഞ്ഞിട്ടില്ല, ഞാൻ അങ്ങനെ അസുഖം അങ്ങനെ പറയുന്ന ഒരാളല്ല കുഞ്ഞിലാകട്ടെ. അപ്പം നമ്മുടെ കോട്ടയം മെഡിക്കൽ കോളേജിൽ തന്നെ കൊണ്ട് ഡോക്ടർ അന്ന് അത് ഒരു 15-16 വർഷം മുന്നത്തെ കാര്യമാണ്. നേരം എൻ്റെ അടുത്ത് ഡോക്ടർ പറഞ്ഞത് ഇതിങ്ങനെ വെക്കരുത്, ഇപ്പം ഇതിന് വലിയ പ്രശ്നമില്ല, അത് ഫ്യൂച്ചറിൽ ക്യാൻസർ ആകും. അപ്പം ആ സമയത്ത് എനിക്ക് മറ്റൊരു ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് നിൽക്കുക, വേറെ ഒന്നുമല്ല, അപ്പൻഡിസൈറ്റിസിൻ്റെ ഓപ്പറേഷൻ. അപ്പം അതിച്ചിരി പെയിൻഫുൾ ആയിരുന്നു. അതുപോലെ നട്ടലിന് ഇഞ്ചക്ഷനൊക്കെ എടുത്തിട്ടായിരുന്നു ചെയ്തത്. അപ്പം ഞാൻ ആ ഒരു പേടി മൂലം ഞാനിത് വീട്ടിൽ പറഞ്ഞില്ല. സുധിച്ചേട്ടൻ്റെ മരണശേഷം കുറേ നാളുകൾക്ക് ശേഷം നമ്മൾ ഈ ഒരു നമുക്കറിയാം ബ്രസ്റ്റ് ക്യാൻസർ, ഈ ഒരു മുഴ വരുമ്പോൾ നമുക്ക് ബ്രസ്റ്റിന് ആകൃതിയിലൊക്കെ വ്യത്യാസമുണ്ട്. അപ്പം അത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടായിരുന്നു. അങ്ങനെ സ്കാൻ ചെയ്തിട്ട് ഡോക്ടറിന് ഡൗട്ടായി. അങ്ങനെ മാമോഗ്രാമിലൂടെ സംശയം തോന്നി ഡോക്ടർ വീണ്ടും വിളിപ്പിച്ചു. ബയോപ്സി എടുത്ത്